ഓഹോ, എത്ര നേരമായി ബെല്ലടിക്കുന്നു. ആരെങ്കിലും വാതിലൊന്ന് തുറക്കാമോ? ഈ വീട്ടിലെ എല്ലാ കാര്യവും ഞാൻ തന്നെ ചെയ്യണം. ഞാൻ വരുന്നു വാതിൽ തുറക്കാൻ. കമല, നീ എവിടെയായിരുന്നു കമല? ഞാൻ ഓഫീസ് മീറ്റിംഗിൽ പങ്കെടുക്കണോ അതോ ഭക്ഷണം പാകം ചെയ്യണോ? ഇന്നലെയല്ലേ ശമ്പളം വാങ്ങിപ്പോയത്? ഞാൻ കരുതി ജോലി എങ്ങാനും ഉപേക്ഷിച്ചു പോയോന്ന്. ഏയ്, എന്തു പറ്റി? എന്താ കരയാൻ തുടങ്ങിയത്? ഞാൻ ശകാരിച്ചൊന്നുമില്ലല്ലോ. അല്പം വിഷമത്തിലാണെന്ന് മാത്രം. എന്റെ കമല, എന്റെ തല പിളരുകയാണ്. ശരി ശരി, കുഴപ്പമില്ല. നീ കരച്ചിലും പിഴിച്ചിലും ഒക്കെ നിർത്ത്. എന്നിട്ട് എന്തിനാ കരയുന്നതെന്ന് പറയേ. ചേച്ചി മാപ്പാക്കണം. ചേച്ചി ബുദ്ധിമുട്ടിച്ചതിന്. സാരമില്ല കമല. അത് എന്റെ കെട്ടിയോൻ റിക്ഷ വാങ്ങിയില്ലായിരുന്നോ? അതിന്റെ തവണ അടയ്ക്കുന്നത് റാണിഗഞ്ചിൽ 7-ാം തീയതിയാണ്. ആഹാ, മൊത്തം 3.5 മണിക്കൂർ എടുത്തു. ഞാൻ തളർന്നു പോയി. എല്ലാ പ്രാവശ്യവും തവണ അടയ്ക്കാൻ എന്റെ കെട്ടിയോനാണ് പോകുന്നത്. 1/2 ദിവസത്തെ അവധി എടുത്തുകൊണ്ട് ഇത്തവണ പനിച്ചു വിറയ്ക്കുകയാണ്. പിന്നെ ചേച്ചി, ഇന്ന് തവണ അടച്ചില്ലെങ്കിൽ ഞങ്ങളുടെ റിക്ഷ എടുത്തോണ്ട് പോയേനെ. അല്ലേ, പണം അടയ്ക്കാൻ വേണ്ടി എല്ലാ മാസവും ഇത്രയും ദൂരം പോകേണ്ട ആവശ്യമെന്താ? UPI വഴി അയക്കേ, ഓൺലൈനായി. UPI വഴി ഓൺലൈനായോ? ഇതിപ്പോ എന്തോന്നാ ചേച്ചി? എന്ന് വെച്ചാൽ 1 മിനിറ്റിലും കുറഞ്ഞ സമയത്തിൽ പണം എത്തിച്ചേരും. അത് റാണിഗഞ്ച് ആയാലും മുംബൈ ആയാലും. 1 മിനിറ്റിലും കുറഞ്ഞ സമയത്തിലോ? അതെങ്ങനെയാ ചേച്ചി? ഒരു സ്മാർട്ട് ഫോണും ഇന്റർനെറ്റ് കണക്ഷനും പിന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ പണവും ഉണ്ടായാൽ മതി. പിന്നെ വളരെ എളുപ്പമാണ് പണത്തിന്റെ ഡിജിറ്റൽ ട്രാൻസ്ഫർ. പഠിപ്പിച്ചു തരൂ ചേച്ചി UPI. കെട്ടിയോന്റെ പക്കൽ സ്മാർട്ട് ഫോൺ ഉണ്ട്. പക്ഷെ ഒഴിവു സമയങ്ങളിൽ വെറുതെ പടം കണ്ടോണ്ടിരിക്കും. UPI വഴി പണം അടയ്ക്കുന്നത് പഠിക്കണമെന്നേ ഇല്ല. ഞാൻ നാളെ തൊട്ട് ഫോൺ കൊണ്ടുവരാം. ശരി, നന്നായി സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ ഞാൻ നിന്നെ പഠിപ്പിക്കാം. ഇനി മുതൽ ഞാൻ നിന്റെ ശമ്പളവും ഓൺലൈനായി നിന്റെ ബാങ്കിലേക്ക് അയക്കും. നീ അവധി എടുക്കാതിരുന്നാൽ മതി. ശരി എന്റെ ഡിജിറ്റൽ ചേച്ചി, അവധി എടുക്കില്ല. ശരി.